ഒതുങ്ങിയിരുന്ന നായാട്ട് സംഘങ്ങൾ അടുത്ത കാലത്താണ് വീണ്ടും സജീവമായത്. വനം വകുപ്പിന്റെ പരിശോധനകൾ പഴയപടി പേരിനു മാത്രമായതോടെ നായാട്ടുകാർ വീണ്ടും കാട്ടിലേക്ക് കയറി തുടങ്ങുകയായിരുന്നു. കോതമംഗലം മലയാറ്റൂർ മേഖലയിൽ ഏറ്റവും അധികം ആനകളെ കാണുന്ന തട്ടേക്കാട് തൊപ്പിമുടി ഭാഗത്താണ് നായാട്ട് സംഘത്തിലെ യുവാവ് വെടിയേറ്റ് മരിച്ചത്. ധാരാളം വന്യമൃഗങ്ങളും ദേശാടന പക്ഷികളുമുള്ള തട്ടേക്കാട് വനമേഖലയിൽ വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകളും മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളുമുണ്ടെങ്കിലും ഇതിനെയെല്ലാം വെട്ടിച്ചാണ് 4 വേട്ട സംഘം കാട്ടിൽ കയറിയത്. വെടിയേറ്റ ടോണി മാത്യുവിനെ കാട്ടിൽ നിന്ന് താഴെയിറക്കാൻ 20ഓളം പേരടങ്ങുന്ന സംഘം കാട്ടിൽ കയറിയിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതൊന്നും അറിഞ്ഞില്ല. ഇടമലയാർ ആനവേട്ട ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ട പാലമല റെജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിക്കേറ്റ നായാട്ടുകാരെ കാട്ടിൽ നിന്ന് താഴെ എത്തിച്ചത്. സംഭവം അറിഞ്ഞ് പിറ്റേന്ന് കാട്ടിലെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്ന തോക്കടക്കമുള്ള ആയുധങ്ങൾ എടുത്തു കൊണ്ടുപോയതോടെ ഇതിലുള്ള വിരലടയാളം ഉൾപ്പെടെയുള്ള നിർണായക ശാസ്ത്രീയ തെളിവുകൾ നഷ്ടമാകുകയും ചെയ്തു. തട്ടേക്കാട് പോലെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു പക്ഷി സങ്കേതത്തിനകത്ത് നായാട്ടുകാർ സജീവമായിരിക്കുന്നത് വനം വകുപ്പിന്റെ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.